ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ചാക്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സിമെൻറ്റിൻ്റെ ചാക്ക് കൂടാതെ നമ്മുടെ കാലിത്തീറ്റയുടെ ചാക്കുകളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-30 ചാക്കിലായിട്ട് കുറച്ച് ഇഞ്ചി നടാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പതുപോലെ തന്നെ നമ്മുടെ കരികിലയും ചാണകപ്പൊടിയും മാത്രമാണ് ഇട്ട് അത് ഫില്ല് ചെയ്തിരുന്നത്. വേറെ ഒരു വളങ്ങളോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ കഷ്ണം ഒരു ഇഞ്ചി അതാണ് അതിനകത്ത് നട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇഞ്ചി വാങ്ങിച്ചു. ഇഞ്ചി പുറത്തുനിന്ന് കേട്ടോ വാങ്ങിയേ. അത് വാങ്ങിച്ച് ഞങ്ങൾ ചാണകത്തിൽ മുക്കി വെച്ച് അതിന് ചെറിയ മുള വരാൻ വേണ്ടിയിട്ട് ആ ചാണകക്കൂടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളത് വെച്ചിരുന്നത്. പക്ഷേ കോഴികളെല്ലാം കൂടെ കൂടിയിട്ട് ചെകഞ്ഞ് പറിച്ച് അത് പണ്ടാരടക്കി അത് പള്ളേ കളഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തു നിന്നെല്ലാം തൂക്കിപ്പെറുക്കി എടുത്തതിനകത്തുനിന്ന് ഓടിച്ചെടുത്ത് നട്ടതാകട്ടെ ഈ കാണുന്ന ഇഞ്ചി മൊത്തം. ഒരെണ്ണത്തിനകത്ത് ഓരോ കുഞ്ഞ് കഷ്ണം ഇഞ്ചിയാണ് നട്ടത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്, നമുക്ക് ഇഞ്ചി പറിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഈ തൂമ്പിട്ട് കിളയ്ക്കോ കുറുക്കോ ഒന്നും വേണ്ട. ചാക്ക് കളയുമ്പോഴേക്കും അട്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് കുടഞ്ഞെടുത്താൽ മതി. പിന്നെ ഞങ്ങൾ എന്ത് വിള ഇറക്കുന്ന സമയത്തും അമ്മേനെ വിളിക്കും കേട്ടോ. അമ്മയാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ള ഉപദേശങ്ങളൊക്കെ തരുന്നത്. അമ്മ വന്നിട്ട് നടാനുള്ള ഇഞ്ചിയെ പറ്റിയിട്ടും എങ്ങനെ പറിച്ചിടണമെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് അഡ്വൈസ് തരും. അപ്പോൾ അതും കേട്ടോണ്ട് പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇറങ്ങി പുറപ്പെട്ടില്ല. കുറേ നാളായിട്ടത് പറിക്കണം എന്ന് വിചാരിച്ചിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യ സമയത്ത് ഞങ്ങൾ ഓടിപ്പോയിട്ട് കറിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചൂട് പറിച്ചിട്ട് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിപ്പം ശരിക്കും ഉണങ്ങി നിൽക്കുകയാണ്, നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം പറിച്ച് വെച്ചേക്കാമെന്ന് കരുതിയിട്ട് ചേട്ടായി ചട്ടപ്പട്ടേ എന്ന് പറഞ്ഞിട്ട് ഓരോ ചാക്കെടുക്കുന്നു, കുടയുന്നു, പെറുക്കുന്നു, ചാക്കെടുക്കുന്നു, കുടയുന്നു, പെറുക്കുന്നു. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ലായിരുന്നു. ചാക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് അട്ടായിരുന്നേ. അട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ദ്രവിച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ചാക്കും നമുക്ക് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്കത് എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. അത് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഒരു വീട്ടിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഇഞ്ചി ഞങ്ങൾക്ക് എന്തായാലും കിട്ടി. കുറച്ച് ഞങ്ങൾ നടാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെയാണേലും ചാക്ക് കൊണ്ടുവന്നിട്ടിട്ട് ഒറ്റ ഇടൽ. പിന്നെ അതിനകത്തുനിന്ന് തപ്പിപ്പെറുക്കി എടുക്കുക. ഓരോ ചെറിയ ഇഞ്ചിന്ന് ചേട്ടായി പറഞ്ഞു 1 കിലോ അടുത്തൊക്കെ എന്നൊക്കെ കേട്ടോ ഇഞ്ചി കഷ്ണം എടുത്ത് പൊക്കിയിട്ട് പറയുന്നത്. 1 കിലോ ഇഞ്ചി അടുത്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊക്കിപ്പറച്ചിലായിരുന്നു. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ സീക്രട്ട് എന്നാന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ചേട്ടായിനെ കളിയാക്കുമായിരുന്നു. ചേട്ടായി എന്ത് വെച്ചാലും പിടിക്കത്തില്ല, നടില്ല, വരില്ല എന്നൊക്കെ. അപ്പം ഇതിനകത്ത് പകുതിയിൽ ഏറെ ഇഞ്ചിയും ചേട്ടായി നട്ടതാണ് എന്നുള്ളൊരു വാദത്തോട് കൂടിയിട്ടാണ് ആ ഇഞ്ചി പറിക്കൽ അവിടെ നടക്കുന്നത്. എനിക്ക് തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇടപെട്ടില്ല. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇഞ്ചിയെല്ലാം പറിച്ച് കഴിഞ്ഞപ്പം എനിക്കും ഒരു പൂതി തോന്നി അതൊന്നൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് ഇടണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചേട്ടായിനെ സഹായിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടായി എല്ലാം ചട്ടപട്ടയെന്ന് എല്ലാ ഇഞ്ചി കഷ്ണങ്ങളും എടുത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഓരോ ചാക്ക് പൊട്ടിക്കുമ്പോഴും. പിന്നെ 1-2 ചാക്കിൽ നട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അത് പറഞ്ഞില്ലേ, കോഴി അതിനകത്ത് കയറി വരെ ചകഞ്ഞായിരുന്നു. അതിൻ്റെ തളിരലയൊക്കെ ചുമ്മാ വരുമ്പോൾ അത് കൊത്തി തിന്നുകയൊക്കെയായിരുന്നു. അപ്പോൾ കോഴി നമുക്ക് എപ്പോഴും വിഷയമാണ്. ഭയങ്കരമായിട്ട് നമ്മൾ താലോലിക്കുമെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടായി വരുമ്പോൾ കോഴി ഇതുപോലെ കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ വിചാരിക്കും ഒരു തട്ടൊക്കെ ഇട്ട് കൊടുത്താലോ എന്ന്. എന്നാലും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്ഷമിച്ച് വിടും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒച്ച കേട്ടപ്പോഴത്തേന് ഇവളുമാരെവിടേക്കോ നിപ്പുണ്ടായിരുന്നേ. ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടപ്പോഴത്തേനും ഞങ്ങളങ്ങോട്ട് വരണോ എന്ന് 2-3 തവണ ചോദിച്ചു. അപ്പോഴത്തേനും പറഞ്ഞ് തീർന്നില്ല. ഈ കോഴികൾ എന്തിയെന്ന് ചോദിച്ചപ്പോഴത്തേനും ആളുകളൊക്കെ അവിടെ പറന്നെത്തിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിക്കിയും ചകഞ്ഞൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി ഉത്സാഹത്തോടു കൂടി തന്നെ ഇഞ്ചികൾ പറിച്ചിടുന്നു, ചാക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് അടുത്തൊരു പ്ലാനുള്ളത് ഈ ഇഞ്ചിയിലോട്ട് കുറച്ചുകൂടെ ചാണകപ്പൊടി, നല്ല പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ചാണകപ്പൊടിയും കരിയിലയും കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും കവറിൽ നിറയ്ക്കുക എന്നുള്ളതാണ്. ചാക്ക് ഞങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. മറ്റേ ഗ്രോ ബാഗിലാണേലും നന്നായിട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ വേറെ 2-3 ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ നിറച്ചു പയർ നടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും കണ്ടോ, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇഞ്ചി. ഏകദേശം ഒരു കുഞ്ഞിക്കൊട്ട ഇഞ്ചി ഉണ്ട് കേട്ടോ.
ഇപ്പോൾ പറിച്ച് ഇത്രയും വെച്ച് നോക്കുമ്പോൾ കണ്ടോ. പിന്നീടുള്ളത് ദേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എത്തി. അവർ ഭയങ്കരമായിട്ട് എന്താ ഇത്ര നേരമായിട്ട് ഞങ്ങളെ വിളിക്കാത്തതെന്നുള്ളൊരു മട്ടിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു, എന്തൊക്കെയോ കഴിക്കുന്നു. ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കും വേണം എന്നുള്ളൊരു മട്ടിൽ അടുത്ത ആൾ വരുന്നു. അങ്ങനെ ഭയങ്കര ചിക്കിപ്പെറുക്കായിരുന്നു അവിടെ ഇരുന്ന്. ഒരു സമയത്ത് അതിന് ആ ചിക്കിപ്പെറുക്ക് കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ഇവരുടെ ചിക്കിപ്പെറുക്കും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ തന്നെ വീഡിയോ എടുത്തേ. അപ്പോൾ ചേട്ടായിനെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്നാലും ചേട്ടായിയുടെ ഇഞ്ചി പറിക്കൽ അവരെ ഊർജിതമായിട്ട് തന്നെ തുടരുമായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടായി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര ടയേർഡായതുകൊണ്ട് ഇങ്ങനെ അതെല്ലാം നോക്കിയും കണ്ട് ഇങ്ങനെ ഇരുന്നു. അതിനിടയ്ക്ക് ചെറിയ ചെറിയ ഈ എന്താ പറയുക, പുഴുക്കളും മറ്റേ ഇരയൊക്കെ ഉണ്ടാവില്ലേ, അതിനെയൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേനും ചേട്ടായി കോഴികളെ വിളിച്ചപ്പോഴത്തേനും അവരൊക്കെ ഓടിപ്പാഞ്ഞെത്തിയാണ് വന്ന് കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം തന്നെ ആയി. പിന്നെ ലാസ്റ്റ് ചാക്കിലല്ലാതെ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു, നിലത്ത് നട്ടിട്ടുണ്ടായിരുന്നേ. ബാക്കി ഇനി എങ്ങാനും ചാക്കിൽ മുളച്ചില്ലെങ്കിൽ മാറ്റി നടാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് പച്ചത്തണ്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു പച്ചത്തണ്ട് മാറിയിട്ടത് പറിച്ചാൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് പറിക്കാൻ നിന്നില്ല കേട്ടോ, ബാക്കിയെല്ലാം പറിച്ചു. അതിനിടയ്ക്ക് ഒരു ചാക്കിൽ നിന്നതിനകത്ത് ലാസ്റ്റ് നട്ടത്, അതിനകത്ത് ഇച്ചിരി പച്ചത്തണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചേട്ടായി ചോദിച്ചു പറിക്കണമെന്ന്. എന്നാൽ പിന്നെ അതിനി എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കണേന്ന് വിചാരിച്ചിട്ട് ചേട്ടായിയോട് ഞാൻ അതും പറിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓടിച്ചെന്ന് ഇങ്ങനെ വലിച്ചു പൊക്കുമ്പോഴത്തേന് ഇതുപോലെ അങ്ങ് പൊങ്ങിപ്പോയൊരു സംഭവം. പിന്നെ അതിനകത്ത് ഇഞ്ചിയിലാണെങ്കിലും അധികം അഴുക്കൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയുള്ള ഇഞ്ചി. പിന്നെ എന്താ അതിന് പറയുക, ആ ഒരു ഇഞ്ചിയുടെ പച്ചത്തണ്ട ഒടിച്ചു കളയുമ്പോഴത്തെ ആ ഒരു ഫ്ലേവർ എന്താ സ്മെല്ലെന്നറിയോ. ചേട്ടായി ആ ഇഞ്ചി വലിച്ച് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ അതിൻ്റെ പച്ചത്തണ്ട് വലിച്ചു പൊട്ടിച്ചപ്പോൾ നല്ലൊരു സ്മെല്ല്. അപ്പോൾ അത് മണത്ത് നോക്കിയിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് മണത്ത് നോക്കി, എന്നാ ഫ്ലേവറാന്ന് നോക്കിക്കേ, നല്ല പച്ച ഇഞ്ചിയുടെ മണമെന്ന്. ഞാനും ഒന്ന് എടുത്ത് വലിച്ചു കേട്ടോ. മൂക്കി മുഴുവനും പൊടി കയറിപ്പോയി. എന്നാലും അവിടെ ഇരുന്ന് തുമ്മാൻ വയ്യാത്തത് കൊണ്ടും ചേട്ടായെ കളിയാക്കിയാലോ എന്ന് വിചാരിച്ചത് കൊണ്ടും ഞാൻ പതിയെ ആ മൂക്കിലും തുമ്മലും എല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് വീണ്ടും വീഡിയോ പിടുത്തം തുടർന്നു. അതോടെ ലാസ്റ്റ് ഇഞ്ചി ചാക്ക് ചേട്ടായി കൊണ്ടുപോയി എടുത്ത് മാറ്റിയിട്ടു. അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ ഇഞ്ചി കൃഷി ഇവിടെ കഴിഞ്ഞു. ഇനി ഇത് അടുക്കി ഒതുക്കി എടുത്ത് വെക്കണം, ഇവിടെ മുഴുവൻ ക്ലീൻ ആക്കണം, ഇതിനകത്തോട്ട് ഉണക്കച്ചാണകം ഒഴിക്കണം, അങ്ങനെ പല പല പരിപാടികളുണ്ട് കേട്ടോ. അതെല്ലാം പോകെ കാണിച്ചു തരാം. അപ്പോഴത്തേനും ഞങ്ങളുടെ കുഞ്ഞിപ്പടച്ചികളെല്ലാവരും വന്നിരുന്ന് ഭയങ്കര കൊത്തിപ്പെറുക്കലാണ്. അവരുടെ കൊത്തിപ്പെറുക്കൽ കണ്ടാൽ തന്നെ ചിരി വരും. ആ ഒരു സ്റ്റൈലും ആ കൊത്തിപ്പെറുക്കലും കുറച്ച് നേരമൊക്കെ ഞാൻ വീക്ഷിച്ചിട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കോഴികളെ വീക്ഷിച്ചിട്ടുണ്ടോ? അവർ ചകഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത്, അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്തായാലും നിങ്ങൾ അതോടെ ഒന്ന് വീക്ഷിക്കണം കേട്ടോ.